السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما أتاها نودي من شاطئ الوادي الأيمن في البقعة المباركة من الشجرة أي يا موسى إني أنا الله ഇന്നി അനല്ലാഹു റബ്ബുൽ ആലമീൻ. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ മദീനിൽ 10 വർഷം താമസിച്ചു. ഷുഹൈബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ, അല്ലെങ്കിൽ നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ വയോവൃദ്ധനായ സാത്വികനായ ആ മനുഷ്യന്റെ കൂടെ 10 വർഷം താമസിച്ചു. അങ്ങനെ 10 വർഷത്തിന്റെ ശേഷം മൂസാ നബി അലൈഹി സ്വലാം തന്റെ കുടുംബത്തെയും കൂട്ടി തന്റെ സ്വന്തം നാടായ ഈജിപ്തിലേക്ക് തന്നെ മടങ്ങി വരുന്നതാണ് അടുത്ത രംഗം. ആ മടങ്ങി വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, സൂറത്തുൽ ഖസസിൽ അതേക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോഴതാ തുരിസീന പർവ്വതത്തിൽ നിന്ന് ഒരു ദിവ്യപ്രകാശം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണുകയാണ്. റബ്ബിന്റെ വിളിയാളം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കേൾക്കുകയാണ്. ഖുർആൻ തുടരുന്നു, അങ്ങനെ അദ്ദേഹം അതിനടുത്തേക്ക് ചെന്നപ്പോൾ, ആ പ്രകാശത്തിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ, നൂദിയ, അപ്പോൾ അദ്ദേഹം കേൾക്കാനിടയായി, മിൻ ഷാത്തുൽ വാദിൽ ഐമൻ ഫിൽ ബുഖഅ, പ്രദേശത്തെ താഴ്വരയുടെ വലതുഭാഗത്തു നിന്ന് അദ്ദേഹം കേൾക്കാനിടയായി, അൽ മുബാറകത്തി മിനശ് ഷജറ, അഥവാ അനുഗ്രഹീതമായ ഒരു വൃക്ഷത്തിന്റെ അടുത്ത് നിന്ന് അദ്ദേഹം കേൾക്കാനിടയായി ഒരു ശബ്ദം. എന്താണ് ശബ്ദത്തിൽ പറയുന്നത്? അയ്യാ മൂസാ ഇന്നി അനല്ലാഹു റബ്ബുൽ ആലമീൻ. മൂസാ, അയ്യാ മൂസാ ഇന്നി അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണ് കേട്ടോ. റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നുബുവത്തിന്റെ ആദ്യ അവതരണം സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. അള്ളാഹുവിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിശേഷണമായി പണ്ഡിതന്മാരൊക്കെ പറയുന്നത് കലീമുല്ലാഹി മൂസ, അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ച മൂസ. വകല്ലമല്ലാഹു മൂസ തക്ലീമാ, മറ്റൊരായത്തിൽ കാണാം അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഡയറക്റ്റ് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു ഡയറക്റ്റ് സംസാരിക്കാൻ അവസരം കിട്ടിയ പ്രവാചകരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, ഇന്നി അനല്ലാഹു റബ്ബുൽ ആലമീൻ, ഞാൻ അല്ലാഹുവാണ്, അഥവാ ലോകരക്ഷിതാവായ അല്ലാഹുവാണ്. സൂറത്തുൽ ഖസസ് അവിടെ പറഞ്ഞ് അവസാനിക്കുകയാണ്. പക്ഷേ സൂറത്തു ത്വാഹ 9 മുതൽ 12 വരെയുള്ള വചനങ്ങൾ ഇതേ സംഭവങ്ങൾ വളരെ സംക്ഷിപ്തമായിട്ട് പറയുന്നുണ്ട്. വഹലതാക ഹദീസ് മൂസാ ഇദ് റഅ നാറൻ ഫഖാല ലിഅഹ്ലിഹി ഉംകുസൂ ഇദ് റഅ നാറൻ ഫഖാല ലിഅഹ്ലിഹി ഉംകുസൂ ഇന്നി ആനസ്തു നാറാ ലഅല്ലി ആതീകും മിൻഹാ ബിഖബസ് ഔ അജിദു അലന്നാരി ഹുദാ. മൂസയുടെ സംഭവം നിങ്ങൾക്കറിയുമോ? ഇദ് റഅ നാറ, അദ്ദേഹം ആ തീ കണ്ട സന്ദർഭത്തിൽ, ഫഖാല ലിഅഹ്ലിഹി, അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തോട് പറഞ്ഞു, ഉംകുസൂ, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഇന്നി ആനസ്തു നാറൻ ലഅല്ലി ആതീകും മിൻഹാ ബിഖബസ് ഔ അജിദു അലന്നാരി ഹുദാ, ഞാനന്ന് ആ തീനെ കണ്ടിരിക്കുന്നു, അങ്ങോട്ട് ചെല്ലട്ടെ, എന്നിട്ട് അവിടെ നിന്ന് വല്ല പ്രകാശവും വല്ല വെളിച്ചവും ലഭിക്കുമോ എന്ന് പരിശോധിക്കട്ടെ. അങ്ങനെ ഫലമ്മാ ആതാഹാ നൂദിയ മൂസ, അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ആ ദിവ്യപ്രകാശത്തിന്റെ അടുത്തേക്ക് പോകുന്നു. ആ സമയത്ത് അള്ളാഹുവിന്റെ ഒരു ശബ്ദം കേൾക്കുന്നു. മറ്റൊരു വചനത്തിൽ ഇന്നി അന, ഇന്നി അന, ഇത് ഞാനാണ്, റബ്ബുക, നിന്റെ റബ്ബാണ്, ഫഖ്ലഅന അലൈക്,
നിന്റെ ചെരുപ്പ് രണ്ടും നീ അഴിച്ചു വെക്കുക. ഇന്നക ബിൽവാദിൽ മുഖദ്ദസി തുവാ, നീ തുവാ എന്ന പരിശുദ്ധമായ താഴ്വരയിലാണുള്ളത്. വഅന അഖ്തർതുക, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു പ്രവാചകനായിട്ട്. അതാണ് ആ പ്രവാചകത്വത്തിന്റെ പ്രഖ്യാപനം. വഅന അഖ്തർതുക, ഞാൻ നിന്നെ പ്രവാചകനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നുണ്ട്. ഫസ്തമഇ ലിമാ യുഹാ, അതിനാൽ നിനക്ക് പ്രബോധനം കിട്ടിയ കാര്യങ്ങൾ നീ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നനി അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണ്. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാത്ത ആരാധ്യനില്ല. ഫഅ്ബുദ്നി, എനിക്ക് മാത്രം നീ ആരാധിക്കണം. വഅഖിമിസ് സ്വലാഹ്, നിസ്കാരം നിലനിർത്തണം. ലിദിക്രി, എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി. ഇങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത്. ഇതോടുകൂടെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രവാചകനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ പ്രവാചകത്വം കിട്ടിയിട്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൗത്യമായ ഫിർഔൻ എന്ന കിരാതനായ ഭീകരനായ അക്രമിയുടെ അടുത്തേക്ക് വരികയും അദ്ദേഹത്തോട് ശക്തമായ രൂപത്തിൽ നിലപാട് പറയുകയും അങ്ങനെ അദ്ദേഹത്തോട് ഒരു സമരം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു രംഗമാണ് അടുത്തതായിട്ട് വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കേട്ടതുമായ കാര്യം നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.